ഹലോ, ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മാങ്ങയിട്ടുള്ളൊരു അച്ചാറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അത് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അത് ചൂടാവുമ്പോൾ നമ്മളേക്ക് കുറച്ച് കടുകും ഉലുവയിടും. അങ്ങനെ ഇത് ഉണ്ടാക്കുക. അത് വറവായതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഇടാം. മാങ്ങ ഇത് ഒരു ദിവസം നല്ല കട്ടിയുള്ള കാമ്പുള്ള സൈസ് മാങ്ങ എടുക്കുക. അത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഉപ്പിലിട്ടേക്കുക, കല്ലുപ്പ്. എന്നിട്ട് പിറ്റത്തെ ദിവസം ഒരു ദിവസം മുഴുവനും അതിലത്തെ വെള്ളം ഒഴിവാക്കിയാണ്ട് വെയിൽ കൊള്ളിക്കുക. എന്നിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചങ്ങാണ്ട് അതിലേക്ക് മുളക് പൊടി ഇടുക. അത് ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഉലുവയും കടുകും ഇടുക. അത് വറവാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി അതിലേക്ക് ഇട്ട് ഇളക്കുക. ഇതിലേക്ക് മുളക് ആദ്യം എടുത്തുകൊണ്ട് അത് വറ്റൽമുളക് എടുത്ത് വറുത്തുകൊണ്ട് വെച്ചതാണ്. അതേപോലെ ഉലുവ വേറെ പൊടിച്ചത്, കടുക്, അതേപോലെ കായം, സാമ്പാർ കായം അത് കുറച്ച് പൊടിച്ച് വെക്കും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ മാങ്ങ അതിലേക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ അത് കുറക്കണം, ചൂട് അത്ര മതി. എന്നിട്ട് അതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതെന്താ വെച്ചാൽ ഉലുവയാണ്. ഉലുവ വറുത്തത്, അത് കടുക് ഉലുവയും കായം, മുളക് പൊടി, മുളകും ഉപ്പും വറുത്ത് പിടിച്ചത് അത് ശേഷം ഇതിലേക്ക് കൂട്ടങ്ങാണ്ട് ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. പിന്നെ നമ്മളെടുത്ത് വെച്ച തലേന്ന് എടുത്ത് വെച്ചപ്പോൾ കിട്ടിയ ഉപ്പിലിട്ട് വെച്ചപ്പോൾ കിട്ടിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് കളയാൻ പാടില്ല, ആ വെള്ളം നമുക്ക് നല്ല രുചിയുള്ളൊരു അച്ചാറാണ്. ഇത് ഒരു വർഷം വരെ ഒരു കേടില്ലാതെ. ഇതിൽ വെളുത്തുള്ളിയും
ഇഞ്ചിയൊന്നും ചേർക്കില്ല. നമ്മൾ ഉപ്പിലിട്ട് വെച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ് തലേന്ന് വെക്കുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഏത് അളക്കിലാണോ ഇതിൽ ഇട്ട് വെക്കേണ്ടത്, ഇത് ചൂടാറിയതിന് ശേഷമുള്ള അളക്ക് കാക്കാൻ പറ്റുക. അതേപോലെ ഇത് ഏത് പാത്രത്തിലാണ്, ഏത് ടിന്നിലാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടിന്നിൽ നല്ല എണ്ണ ഇതേമാതിരി പാർന്നെടുത്തുകൊണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി വെക്കുക. എന്നിട്ട് അതിൽ ഇട്ട് അടച്ച് വെക്കുക. എന്നാൽ ഒരു വെള്ളം കഴിഞ്ഞാലും ഒരു കേടുണ്ടാകാതെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടൊരു അച്ചാർ നമുക്ക് റെഡി.